നമ്മളെപ്പോലെ തന്നെ അർഹതയുള്ള ജീവികളാണ് അവരെയും ദൈവം സൃഷ്ടിച്ചതല്ലേ. നമ്മുടെ മദർ ടങ്ക് പോലെ അവർക്കും ഒരു ഭാഷയുണ്ട് എന്നുള്ളതാണ്. ഈസി ആയിട്ട് ആദ്യം ദൂരം നിന്ന് മനസ്സിലാക്കുന്ന ബോഡി ലാംഗ്വേജ് ആണ്. അവൻ വന്ന് കുനിഞ്ഞ് കല്ലെടുക്കാൻ പോകണം, പെട്ടെന്ന് മനസ്സിലാവും. അവൻ അപകടകാരിയാണ്, ഓടി രക്ഷപ്പെട്ടോടാ, അവർ ഓടി രക്ഷപ്പെടും. ഇനി ഓടി രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അറ്റാക്ക്. ഒരു ഇൻട്രൂഡർ വീട്ടിൽ ജനൽ പൊളിച്ചു വരുന്ന ഒരുത്തൻ, അവൻ ജനലിൻ്റെ ആദ്യത്തെ ഗ്ലാസ്സിൽ അവൻ തൊടുമ്പോൾ തന്നെ നമ്മുടെ പെറ്റ് എഴുന്നേക്കും. നമ്മൾ ഡീപ്പ് സ്ലീപ്പിലാണെങ്കിൽ അവൻ എഴുന്നേക്കും. അവൻ്റെ ഒരു കുര മതി, പിന്നെ അവൻ രണ്ടാമത്തെ മുട്ടില്ല. അവരെ എപ്പോഴും വൈരാഗ്യ ബുദ്ധിയോടുകൂടി കാണാതെ അവരെ സ്നേഹബുദ്ധിയോടുകൂടി കാണാം, കരുണയോടുകൂടി കാണും. ഓരോ പെറ്റ് പേരൻറ്റിനും വേണം. നമ്മുടെ പെറ്റിനെ ആർക്കും എപ്പോഴും ഉപദ്രവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മുടെ പെറ്റും സേഫാണ്, നമ്മളും സേഫാണ്. ഇപ്പോൾ എനിക്കൊപ്പം ഉള്ളത് കോഴിക്കോട് മലബാർ പെറ്റ് ക്ലിനിക്കിലെ ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ PR വിനോദ് കുമാർ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. ഈ കമാൻഡ്സ് കൊണ്ടാണോ നമ്മൾ ഡോഗ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത്? അതെ, കമാൻഡ്സ് തന്നെയാണ്. ഡോഗിന്റെ സെൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്, നമ്മൾ വിചാരിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്താണ്. അത് നന്നായിട്ട് അനലൈസ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ഓരോ കമാൻഡ് നന്നായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഫോഴ്സിലെ ഡോഗുകളെ ഒന്ന് കണ്ടാൽ മതി. അവർക്ക് ഓരോ കമാൻഡുകൾ, ഹിന്ദിയിൽ കമാൻഡ് കൊടുക്കുന്ന BSFലെ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ആർമിയിലെ ഡോഗ്സ്, അതുപോലെ തന്നെ CISFൻ്റെ ഡോഗ്, RPFൻ്റെ ഡോഗ്, ഇവരൊക്കെ സെൻട്രൽ ഫോഴ്സിൽ വരുന്നതാണ്. അവരുടെയൊക്കെ ഡോഗ്സിന് ഹിന്ദിയിലാണ് കമാൻഡ് കൊടുക്കുന്നതെല്ലാം. സ്റ്റേറ്റ് പോലീസിലെ ഡോഗ്, അവർക്കെല്ലാം ഇംഗ്ലീഷിലാണ് കമാൻഡ്. ഇവർ കമാൻഡ് കൃത്യമായിട്ട് പഠിക്കും കേട്ടോ. പക്ഷേ അതുകൊണ്ട് RPFലെ ഡോഗിന് ചെന്നിട്ട് ഇംഗ്ലീഷ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അവന് മനസ്സിലാവില്ല. ഇല്ല, അവന് കുട്ടിക്കാലം തൊട്ട് അവന് കേട്ട് പരിചയമുള്ള ഭാഷ ഏതാണോ അതുപോലെ ഇരിക്കും. പണ്ട് ഞാൻ വെറ്റിനറി കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബീഹാറിൽ നിന്ന് ഒരു 5-8 പോത്തുകളെ കൊണ്ടുവന്നു. വെറ്റിനറി കോളേജ് എരുമകളെ കൊണ്ടുവന്നു. എരുമകളെ കുറേ സ്റ്റഡീസിനായിട്ട് കൊണ്ടുവന്നതാണ്. അവിടുത്തെ നാട്ടുംപുറത്തുകാരായിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് പോയ എരുമ, അങ്ങോട്ട് പോയിരുമ പോത്തും എരുമയൊന്നും അനങ്ങാൻ നിൽക്കുക. അവസാനം ഹിന്ദിയിൽ എന്തൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ പതുക്കെ അനങ്ങാൻ തുടങ്ങി. ബായ് ജാവോ ദായിനെ ജാവോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തെ അങ്ങനെ അത് അനുസരിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് കുട്ടിക്കാലം തൊട്ട് ഹിന്ദിയാണത് കേട്ട് പഠിച്ചത്, ബീഹാറിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഓക്കെ, നമ്മുടെ മദർ ടങ്ക് പോലെ അവർക്കും ഒരു ഭാഷയുണ്ട് എന്നുള്ളതാണ്. ഒന്ന് ആലോചിക്കാമല്ലോ, ഒരു ഡോഗ് ഓണർ ആയിരുന്ന ആളല്ലേ. അപ്പോൾ അവൻ ജനിച്ച കാലം മുതലേ പട്ടികളെ അല്ല കാണുന്നത്, അവൻ മനുഷ്യരെ മാത്രമേ കാണുന്നുള്ളൂ. മനുഷ്യൻ്റെ മുഖം, പരിചയമുള്ള മനുഷ്യൻ്റെ മുഖം മാത്രമേ ഉള്ളൂ. മനുഷ്യൻ്റെ ഭാഷ, നമ്മുടെ ഗസ്റ്റർ, ഇവിടെ വാ, കൈ ഇങ്ങനെ ആക്കിയാൽ മതി, അവന് മനസ്സിൽ ഇവിടെ വരാനാണ്. ചിലപ്പോൾ അച്ഛൻ്റെ അടുത്തോട്ട് പോകും, അവനുണ്ടെങ്കിൽ ഗൃഹനാഥൻ്റെ അടുത്തോട്ട് പോകും. അത്ര അവനെല്ലാം ഭാഷ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് സംസാരിക്കാൻ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊരു ചോട്ടു എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബില് വ്ളോഗൊക്കെ ചെയ്തിരുന്ന നായ്ക്കുട്ടീൻ്റെ, ചോട്ടു മരിച്ചുപോയി. ഇപ്പൊ ചോട്ടുവിന്റെ പാരന്റ്സിന് വേറെ 2 നായ്ക്കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ അവരുടെ സ്റ്റോറി എടുക്കാൻ, ലൈസ എന്നൊക്കെയാണ് അവരുടെ പേര്, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവരെങ്ങനെയാണ്, നമ്മളിപ്പോ കടയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ കയറിയിരുന്ന് കാറിലിരുന്ന ഇവർ 2 കൂടി കാറിൽ കയറിയിരിക്കും. അതല്ലെങ്കിൽ ഹെൽമെറ്റ് എടുത്തിട്ട് വാ, അല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞാൽ മതി, പോയിട്ട് ഫോൺ എടുത്തിട്ട് വരും. അങ്ങനെ നമ്മൾ ഫുൾ മലയാളത്തിലാണ് കമന്റ്, ഇംഗ്ലീഷിൽ ഒരു കമന്റും ഇല്ല. മലയാളത്തിൽ നമ്മൾ എന്ത് കമാൻഡ് കൊടുക്കുന്നോ അവരത് കൃത്യമായിട്ട് ചെയ്യും. പൈപ്പ് തുറന്ന് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ എന്നിട്ട് പൈപ്പ് അടച്ചു വെക്കും. അത് എനിക്കൊണ്ട് അവരെ അങ്ങനെ പഠിപ്പിച്ചു വന്നതിൻ്റെതായ ഒരു ഇതായിരിക്കും അല്ലേ. പിന്നെ അത് കുട്ടിക്കാലത്തൊട്ട് കേട്ട് വളരെയല്ലേ. ഈ കമാൻഡുകൾ ആരും പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല, വീട്ടിലെ ഭാഷ അവൻ അക്വയർ ചെയ്തതാണ്. നോക്കേ, എല്ലാവരും സംസാരിക്കുന്ന ഭാഷ എല്ലാവരും കാണുന്നുണ്ട്. നോക്കി ഇതൊക്കെ എല്ലാവരും കേട്ട് അവൻ്റെ കേൾവിശക്തി, ഘ്രാണശക്തിയും കേൾവിശക്തി എന്നൊക്കെ പറയാൻ നമ്മളെക്കാട്ടിലും ഒരുപാട് മുകളിലാണ്. അപ്പോൾ കൃത്യമായിട്ട് കേട്ട് അനലൈസ് ചെയ്ത് അതൊക്കെ രജിസ്റ്റർ ചെയ്ത് അതങ്ങനെ ഇരിപ്പുണ്ട്. എപ്പോഴായാലും അവന് അവൻ്റെ ഓണറിൻ്റെ ഇന്ന് മാസ്റ്ററുടെ ഇന്ന് വിട്ടുപോയിട്ട് 10 വർഷം കഴിഞ്ഞവൻ്റെ മാസ്റ്ററെ കണ്ടതിൽ ആ സൗണ്ട് കേട്ട അപ്പം അവൻ മനസ്സിലാക്കും. ഡാ എന്ന് വിളിച്ചാൽ മതി, ഓടി വരും. ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളിപ്പോൾ ഒരു ഡോഗ് ഓണർ ആണെങ്കിൽ, ഞാൻ പൊതുവെ എനിക്ക് ഡോഗ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഡോഗ്സിന്റെ സ്റ്റോറീസ് എടുക്കാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് ഈ ഡോഗ്സ് പെട്ടെന്ന് സിങ്ക് ആവും. സോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഡോഗിന് നമുക്കൊരു സ്മെല്ല് ഉണ്ടാവും നമ്മുടെ മേത്ത്, നമ്മൾ ഈ ഡോഗിനായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്മെല്ല് മറ്റ് ഡോഗ്സിന് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടും. സോ അവർക്കത് നമ്മളായിട്ട് പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവാൻ സഹായിക്കും എന്ന് കേട്ടിട്ട്, അത് ശരിയാണോ? അങ്ങനെ ഒരു ഇതുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. 24 മണിക്കൂറും ഡോഗ്സിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ദേഹത്ത് എപ്പോഴും ഡോഗിൻ്റെ സ്മെല്ലുണ്ടാവും. ഞാൻ ഏത് വീട്ടിൽ ചെന്നാലും ഒരു ഡോഗ് ഉണ്ടെങ്കിൽ അവൻ വന്ന് ആപാത ചൂട് തന്നെ മണപ്പിക്കും. കാരണം എൻ്റെ ദേഹത്തൊക്കെ ഒരു മൈക്രോ സ്മെല്ലുണ്ടാവും, എപ്പോഴും ഉണ്ടാവും, സെൻസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ കാരണം. അല്ലാതെ പിന്നെ മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉണ്ട്.
ഇപ്പം ഞാൻ റോഡിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോഴത്തേക്ക് എനിക്ക് ഐ എം 100% ഷുവർ എന്നെ ഒരു തെരുവ് പട്ടി ആക്രമിക്കില്ല. ബിക്കോസ് എനിക്ക് ഡോഗ്സിനോടെല്ലാം കമ്പാഷനാണ്, കരുണയുണ്ട്. അത് എൻ്റെ കരുണ എൻ്റെ കണ്ണുകളിൽ തന്നെ ഉണ്ടാവും. നോക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. അവർക്ക് ബോഡി ലാംഗ്വേജ് ദേ ആർ വെരി ക്ലവർ. ഞാൻ നോക്കിയാൽ തന്നെ അവർക്ക് മനസ്സിലായി എൻ്റെ കണ്ണിൽ കരുണ, എൻ്റെ കണ്ണിൽ കരുണ മനുഷ്യൻ കാണുന്നതിനെക്കാട്ടി എത്രയോ മുമ്പ് തന്നെ ഈ തെരുവുപട്ടികൾ കാണും. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അവരുടെ മെസ്സേജ് കൊടുക്കും, അവൻ അപകടകാരിയല്ല, കുഴപ്പമില്ല. ഞാൻ സാധാരണ റോഡിൽ കൂടെ നടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പുറകെ ഒരു 100 തെരുവുപട്ടി പുറകെ വരും. ഞാനൊന്ന് വിളിച്ചാൽ മതി, എല്ലാവരും ഓടി വരും, എന്നെ വന്ന് മുട്ടി വരുമ്പോൾ നക്കും. എൻ്റെ കൂടെ വന്ന ഒരാൾ ഒരു ദിവസം പേടിച്ച് ഓടി മാറി, ഇത് കടിക്കും, പേ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനൊന്നും ഇല്ല. ഞാൻ വന്നിട്ട് വാ മക്കളെ നിങ്ങളൊന്ന് വിളിച്ചതേ ഉള്ളൂ. ഓടി വന്നു, ഒരുപാട് പേര് ഓടി വന്നു. ഞാൻ തലയിൽ സ്വല്പം ഇരുന്നു. അല്ലേ, ആ നാട്ടുകാരൊക്കെ അന്തം വിട്ട് കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ പലരും പറയുന്നത് ഇയാൾക്ക് വട്ടാണെന്ന് പറയുന്നുണ്ടാവും. അതല്ല, അവരെൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ടാണ് മനസ്സിലാക്കിയിട്ടാണ് ഓടി വരുന്നത്. അതുകൊണ്ട് അവർ ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ഈസിയായിട്ട്. ആദ്യം ദൂരെ നിന്ന് മനസ്സിലാക്കുന്ന ബോഡി ലാംഗ്വേജാണ്. അവൻ വന്ന് കുനിഞ്ഞ് കല്ലെടുക്കാൻ പോകണം, പെട്ടെന്ന് മനസ്സിലാവും. അവൻ അപകടകാരിയാണ്, ഓടി രക്ഷപ്പെട്ടോടാ, അവർ ഓടി രക്ഷപ്പെടും. ഇനി ഓടി രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അവർ ദേ മേ അറ്റാക്ക്, പ്രാണരക്ഷാർത്ഥം അവർ അറ്റാക്ക് ചെയ്യും. അപ്പോഴത്തേക്ക് പറയും ഭ്രാന്തൻ നായ, തല്ലിക്കൊല്ലും, ബഹളമായി, പിന്നെ പത്രത്തിൽ വരുന്നതായി, പിന്നെ കുറേ പേരിറങ്ങും, പട്ടികളെ കൊല്ലണമെന്ന് പറഞ്ഞിറങ്ങും, ഉടനെ ഡിബേറ്റുകളായി, ചർച്ചകളായി. ഈ തെരുവുനായ ആക്രമണം ഇപ്പൊ നമ്മൾ കണ്ടാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു അമ്മേനെ തെരുവുനായ കടിച്ച് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഈ പൊതുവെ ഈ തെരുവുനായകളെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? പട്ടി വരുമ്പോൾ ഓടരുത് എന്ന് നമ്മൾ എല്ലാവരോടും പറയും. ശരിക്കും എന്തൊക്കെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം? ഈ തെരുവുനായകൾക്ക് പാക്ക് ബിഹേവിയർ എന്നൊരു സംഭവമുണ്ട്. പാക്ക് ബിഹേവിയർ, സംഘടിത ശക്തി. അവർ സംഘടനാപരം ഉള്ളപ്പോഴത്തേക്ക് അവരെ അങ്ങോട്ട് തിരിഞ്ഞ് ആക്രമിക്കാനോ അവരെ അങ്ങോട്ട് ശാസിക്കാനോ, അവർക്ക് ഒരു പോടാ എന്നൊരു ഉച്ചത്തിൽ വർത്തമാനം പറയാൻ തന്നെ അവർക്ക് മനസ്സിലാവും. ശാസിക്കാനൊന്നും പാടില്ല, അവരുടെ വഴിക്ക് വിടുക. പലപ്പോഴും കടികൾ നടക്കുമെന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് കടി കിട്ടുന്നത് നമ്മൾ അവരെ കണ്ട് പേടിച്ചിട്ടാണ്. സത്യമാണ്, നമ്മൾ അവരെ കണ്ട് പേടിക്കുമ്പോൾ നമ്മുടെ ബോഡി റിയാക്ഷൻ തന്നെ മാറും. അവരെങ്ങനെയെങ്കിലും അയ്യോ കൂട്ടത്തോടെ ഒരു കൂട്ടം പട്ടികളോട് നിൽക്കുന്നത്, അപ്പോഴേ പേടിച്ചു. മനുഷ്യൻ ഇവിടുന്നേ പേടിച്ചു തുടങ്ങി. എന്തിനു പേടിക്കണം? അവർ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ ജീവിക്കാൻ നമ്മളെപ്പോലെ തന്നെ, നമ്മളിൽ കൂടുതലോ കുറവോ ഒന്നുമില്ല, നമ്മളെപ്പോലെ തന്നെ അർഹതയുള്ള ജീവികളാണ് അവരെയും ദൈവം സൃഷ്ടിച്ചതല്ലേ, നമ്മളെപ്പോലെ തന്നെ സൃഷ്ടിച്ചതാണ്. അവർക്ക് നമ്മളെപ്പോലെ ജീവിക്കാൻ അർഹതയുണ്ട്. ആ രീതിയിൽ അവരെ മൈൻഡ് ചെയ്യണ്ട. യു ഗോ ത്രൂ ദ റോഡ്. ആര് നിങ്ങളെ മൈൻഡ് ചെയ്യുന്നു? അവൻ്റെ പണി നോക്കും, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുക. അല്ലാതെ അവരെ കണ്ട് പേടിച്ച് അവരുടെ മുഖത്തേക്ക് തുറിച്ച് നോക്കി, അയ്യോ മുഖത്തേക്ക് തുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അഗ്രസീവായി മാറും. അവരുടെ മുഖത്തേക്ക് തുറിച്ച് നോക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്. അതുവഴി അങ്ങ് നടന്നു പോവുക. യു ഗോ ത്രൂ യുവർ വേ. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്ത് പൊയ്ക്കോ. ദേ വിൽ നോട്ട് അറ്റാക്ക് യു. പിന്നെ ഈ ഡോഗ്സ് പൊതുവെ അറ്റാക്ക് ചെയ്യുന്ന കുട്ടികളെയാണ്. കുട്ടികൾ എന്തെങ്കിലും കൊച്ചു മിസ്ചീവിയസ് ആക്ടിവിറ്റീസ് കാണിക്കുകയൊക്കെ ചെയ്യും. ഇതിനെ കണ്ടോ കല്ലെറിയുകയോ അതിനെ കോക്കറി കാണിക്കുകയോ അതിൻ്റെ മുഖത്ത് എന്തെങ്കിലും അങ്ങനെ കാണിച്ചിട്ടാണ് പൊതുവേ. ഇതൊന്നും ഞാൻ സാധൂകരിക്കുകയല്ല, ഇതൊന്നും നല്ലതാണെന്ന് പറയുന്നതല്ല, ഇതിനെ ഞാൻ അനുകൂലിക്കുന്നുമില്ല. അപ്പം ഞാനും അതുപോലെ തന്നെ ഇതിൻ്റെ വംശവർദ്ധനവിനെ തടയണം എന്ന നിലപാടുള്ളവനാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സർക്കാർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, അതിനെ പിടിക്കുന്നുണ്ട്, അതിനെ കൊണ്ട് സെൻറ്റേഴ്സ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി വന്ധ്യംകരിക്കുന്നുണ്ട്. വന്ധ്യംകരിച്ച് ചെവിയിൽ നോച്ച് വെട്ടി വിടുന്നുമുണ്ട്. കൃത്യമായിട്ട് നമുക്ക് അറിയാം, ഏത് ചെവിയിൽ നോച്ചുള്ള ഡോഗിനെ കണ്ടാലും ഹീ സ്റ്റെറിലൈസ്ഡ്, ഷീ സ്റ്റെറിലൈസ്ഡ് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ വംശവർദ്ധനവിനെ നമ്മൾ നിയന്ത്രിക്കണം. ആവശ്യമാണല്ലോ, അത് തീർച്ചയായിട്ടും ബാലൻസിങ് ആവശ്യമാണ്. അല്ലാതെ തന്നെ നമുക്ക് ചില രാജ്യങ്ങളിൽ ഇപ്പം നമ്മുടെ തന്നെ ഗുജറാത്തിൽ ഒരിക്കൽ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ദീസ് ആർ നാച്ചുറൽ സ്കാവഞ്ചേഴ്സ്. അവർ നാട്ടിലുള്ളത് കൊണ്ടാണ് ഒരുപാട് വേസ്റ്റുകളൊക്കെ അവർ തിന്നു തീർക്കും. ഈ വേസ്റ്റുകൾ തിന്നു തീർക്കാൻ പട്ടികളൊന്നും ഇല്ലായിരുന്ന അവിടെ സ്ഥലത്ത് എന്ത് പറ്റി? പട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി കൊന്നുകളഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? വേസ്റ്റുകളെല്ലാം അവിടെ നിറഞ്ഞു, എലികളെ കൊണ്ട് നിറഞ്ഞു. എലിയുടെ ചെല്ലുന്നാണ് ഈ പ്ലേഗ് ഉണ്ടാകുന്നത്. പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടു. ദാറ്റ് എക്കോസിസ്റ്റം, ദ ബാലൻസിങ് ഹാസ് ഗോൺ. അപ്പോൾ ഇതെല്ലാം എക്കോസിസ്റ്റത്തിൽ ബാലൻസിങ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വേണം. മനുഷ്യൻ മാത്രമല്ലല്ലേ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുള്ളത്, അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുണ്ട്. അതെപ്പോഴും മനസ്സിലാക്കണം മനുഷ്യൻ. അവരെ എപ്പോഴും വൈരാഗ്യബുദ്ധിയോടുകൂടി കാണാതെ അവരെ സ്നേഹബുദ്ധിയോടുകൂടി കാണാം, കരുണയോടുകൂടി കാണണം. എല്ലാത്തിനെയും, പൂച്ചകളാകട്ടെ, പട്ടികളാകട്ടെ, കാക്കയാവട്ടെ, എല്ലാത്തിനെയും. അവരൊന്നും നമ്മളെ ഉപദ്രവിക്കാനല്ല. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് നമ്മളിപ്പോൾ വീട്ടിൽ വളർത്തുന്ന ഡോഗ്സിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരുപാട് കൺസേൺസ് ഉണ്ടാവുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഡോഗ് പാരൻസിന്. ഇപ്പോൾ മുടിയിൽ നിന്ന് തുടങ്ങി അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ വരെ വളരെയധികം ബോധേഡാണ് എല്ലാവരും. പൊതുവെ ഏറ്റവും കൂടുതൽ വരുന്നൊരു പ്രശ്നമാണ് ഈ മുടിയുള്ള ഫറുള്ള നായ്ക്കുട്ടികൾ
അത്തരത്തിലുള്ള ബ്രീഡുകൾ എല്ലാവർക്കും വീട്ടിൽ വളർത്തുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മുടി കൊഴിയുന്നതാണ്. കൃത്യമായി അതിനെ ഗ്രൂം ചെയ്താലും ഒരു മുടി ഷെഡ് ആവുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് പലരും കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്? ഈ നാച്ചുറലി ഉള്ളതാണോ ഡോഗ്സിന് ഈ മുടി ഷെഡ് ചെയ്യുക എന്നത്? അത് കുറയ്ക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ? ഒരു മരം സങ്കല്പിക്കുക, ഒരു മരം, ആൽമരത്തിൻ്റെ കീഴിൽ ചെന്ന് എല്ലാ ദിവസവും നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കരിയില ഉണ്ടാവും. അതായത് പുതിയ ഇലകൾ വരും, പഴയ ഇല പൊഴിഞ്ഞു പോകും. ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്സ്. അതുപോലെ തന്നെയാണ് മറ്റുകൾ. നമുക്ക് ഇതുവരെ നമ്മൾ ചീപ്പെടുത്തുന്ന രാത്രി ചീവുമ്പോഴത്തേക്ക് അത് ഇഷ്ടംപോലെ മുടിയുണ്ടാവും. നമുക്കിത്ര ഇവിടെ മാത്രമേ മുടിയുള്ളൂ എന്ന് വയ്ക്കാം. ഡോഗിന് ദേഹം മുഴുക്ക മുടിയുണ്ട്. പുതിയത് വരുമ്പോഴത്തേക്ക് പഴയത് പൊഴിഞ്ഞു പോയിക്കൊണ്ടേ. ഇറ്റ്സ് എൻ ഓൺ ഗോയിങ് പ്രോസസ്സ്. അതിന് ഡീപൈലേഷൻ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എൻ ഓൺ ഗോയിങ് പ്രോസസ്സ്. അല്ലാതെ തന്നെ വർഷത്തിൽ 2 തവണ പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ ഉള്ള ഒരു മേൽ രോമം കംപ്ലീറ്റ് പൊഴിച്ച് കളയും ഡോഗ്. അതിനെ മോൾട്ടിംഗ് എന്ന് പറയും, സീസണൽ മോൾട്ടിംഗ്. ഈ സീസണൽ മോൾട്ടിംഗ് എന്ന് പറയുന്നത് വേറെ ഒന്നിനും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. സീസണൽ മോൾട്ടിങ്ങിനെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുമ്പോഴത്തേക്ക് മോൾട്ടിങ്ങിൻ്റെ ലെവൽ അളവ് കൂടും. അങ്ങനെയൊക്കെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോങ് ഹെയർഡ് ബ്രീഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അഫ്ഗാൻ ഹൗണ്ട്, ഷിറ്റ്സു. ഇതിനൊക്കെ ഒരുപാട് അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലുള്ള ഹ്യൂമിഡായിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരുപാട് പൊഴിച്ച് കളയും. ക്വൈറ്റ് നാച്ചുറൽ. സൈബീരിയൻ ഹസ്കി ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രീഡാണ് അക്കാര്യത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ മോൾട്ടിങ്ങിൻ്റെ സമയം ഉണ്ടാകും, വർഷത്തിലുണ്ട് മോൾട്ടിങ് ഉണ്ടാകുന്നത്. എപ്പോഴാണെന്ന് നമുക്ക് തീരുമാനിക്കാനൊന്നും പറ്റില്ല. ഏതെങ്കിലും ഒരു മാസം ഒരിക്കലും മോൾട്ടിങ് ഉണ്ടാവുക. അല്ലാതെ ഓൺ ഗോയിങ് ആയിട്ടുള്ള ഫർ ഡ്രോപ്പ് എല്ലാതും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് ഇറ്റ് ഔട്ട്. ഈ ഡോഗ്സിനെ പുറത്ത് വളർത്തുന്നതാണോ അകത്ത് വളർത്തുന്നതാണോ? എന്നോട് എത്രയോ പേര് ചോദിച്ചിരിക്കുന്നു. 30 വർഷത്തെ എൻ്റെ സർവീസിലേക്ക് എത്രയോ പേര് ചോദിച്ചിരിക്കുന്നു. പണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഞാൻ സർവീസ് തുടങ്ങിയ കാലത്തൊക്കെ എല്ലാവരും പുറത്തായിരുന്നു പട്ടിയെ വളർത്തുന്നത്. കാലം മാറി. അന്ന് ഡോഗിൻ്റെ സേഫ്റ്റി ഒരു വലിയ പ്രശ്നമായിരുന്നില്ല. ആരും ഡോഗിനെ ഉപദ്രവിക്കുമായിരുന്നില്ല. ഇന്ന് ഡോഗിനെ ഉപദ്രവിക്കുന്നവരുടെ എണ്ണം കൂടി. അസൂയ, പക, അറിയാലോ എത്രയോ കേസുകളുണ്ടായി. ആൾക്കാർ തമ്മിലുള്ള കുടിപ്പക, അതിന് ഇരയായി തീർന്ന് വീടിൻ്റെ അകത്ത് കയറിയിട്ട് പട്ടിയെ വെട്ടി കൊന്നുകളഞ്ഞു. എത്രയോ കേസുകൾ ഞാൻ കണ്ടു. തലക്കടിച്ച് പട്ടിയെ കൊന്നത്. ഈ അടുത്ത കാലത്ത് തന്നെ വയനാട് ഒരു വലിയ സംഭവം ഉണ്ടായത്. അങ്ങോട്ട് ഒരു ഫയർ സ്റ്റേഷനിലെ ഓഫീസറാണ്. അയാൾ രാത്രി അപ്പുറത്ത് മദ്യപിച്ച് അയാളുടെ അപ്പുറത്ത് വീടിൻ്റെ അകത്ത് കയറി അവരോടുള്ള വൈരാഗ്യം തീർത്ത് അവരുടെ പെറ്റിനെ അടിച്ച് കൊല്ലുകയായിരുന്നു രാത്രിയോടെ കയറിയിട്ട്. എന്തിനാ? അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഈ സാഹചര്യം ഇതാണ്, ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. നമ്മുടെ പെറ്റ്സിനെ എപ്പോഴും അപായപ്പെടുത്താനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു ബോധം എപ്പോഴും ഓരോ പെറ്റ് പേരൻറ്റിനും വേണം. നമ്മുടെ പെറ്റിനെ ആർക്കും എപ്പോഴും ഉപദ്രവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇന്നത്തെ നമ്മളെ നിയമങ്ങൾ വെച്ചിട്ട് നമ്മുടെ പെറ്റ്സിന് എന്തെങ്കിലും സാധിച്ചു പറ്റിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ പെറ്റ്സിനെ ഉപദ്രവിച്ചവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള പര്യാപ്തമായ നിയമങ്ങൾ പോലും ഇല്ല. ഇറ്റ് ഇസ് എ പോയിന്റ്. അപ്പം അത്ര ശക്തമായ നിയമങ്ങളുണ്ടെങ്കിലേ ഭയം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഭയപ്പെടുത്തുന്ന നിയമം പോലും ഇല്ല. 302 കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ, കൊലപാതകത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവന് ജീവപര്യന്തം കിട്ടുമല്ലോ, വധശിക്ഷ കിട്ടുമെന്നറിയാം. അത് കാരണം അവൻ ചെയ്യില്ല. പക്ഷെ ഡോഗിനെ കൊന്നു കഴിഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഡോഗിനെ കൊല്ലുന്നവരും കൂടും. വിഷം വെച്ച് കൊല്ലുക, തലക്കടിച്ച് കൊല്ലുക, ഏതെല്ലാം രീതിയിൽ ആൾക്ക് വണ്ടി കയറ്റി കൊല്ലുക. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചേക്കാം. ഇതൊന്നും വേണ്ട. നമുക്ക് ഏറ്റവും സേഫായിട്ടുള്ളത് ഡോഗിനെ അകത്ത് വളർത്തുക തന്നെയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞത്, എൻ്റെ പെറ്റ് പേരൻസ് എപ്പോഴും ഡോഗിനെ അകത്ത് വളർത്തുക തന്നെ വേണം. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, അകത്ത് വളർത്തുക തന്നെ വേണം. അപ്പം നമ്മുടെ പെറ്റും സേഫാണ്, നമ്മളും സേഫാണ്. ഡോഗിൻ്റെ ശ്വാനനിദ്ര എന്നൊരു സംഭവമുണ്ട്. ഒരു ചെറിയൊരു മുട്ടുസൂചി തറയിൽ വീഴുന്ന ഒച്ച കിട്ടിയാൽ മതി, അവൻ എഴുന്നേക്കും. ഒരു ഇൻട്രൂഡർ വീട്ടിൽ ജനൽ പൊളിച്ച് വരുന്ന ഒരുത്തൻ, അവൻ ജനലിൻ്റെ ആദ്യത്തെ ഗ്ലാസ്സിൽ അവൻ തൊടുമ്പം തന്നെ നമ്മുടെ പെറ്റ് എഴുന്നേക്കും. നമ്മൾ ഡീപ്പ് സ്ലീപ്പിലാണെങ്കിൽ അവൻ എഴുന്നേക്കും. അവൻ്റെ ഒരു കുര മതി, പിന്നെ അവൻ രണ്ടാമത്തെ മുട്ടില്ല. അവർ തമ്മിൽ പറയും, അകത്ത് പട്ടി ഉണ്ടോ, നമുക്ക് പോകാമെന്ന് പറയും. പട്ടിയുള്ള വീട്ടിൽ പൊതുവേ തീവ്സ് കയറാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഡോഗും സേഫാണ്, നമ്മളും സേഫാണ്.